ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് മീ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇതേ പോണ വഴിക്ക് നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാം, ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങിട്ടോ. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. കഴിഞ്ഞതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എത്തി എല്ലാവരോടുള്ള സംസാരം കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു, കളർഫുൾ ആയിട്ടുള്ള ബലൂൺസൊക്കെ കണ്ടപ്പോൾ യാതൊരുകൂട്ടം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അതൊക്കെ പോയി പിടിക്കുകയായിരുന്നു. പിന്നെ നമ്മളാരും എടുക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ, യാതൊരു അവിടെ ഓടിക്കളിയായിരുന്നു. പിന്നെ ചേച്ചി അവിടെ പൊന്നൂൻ്റെയും അതേപോലെ ഞാനുമോൻ്റെയും കാശിക്കുട്ടൻ്റെയൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണേ. പിന്നെ യാദിക്കുട്ട അവിടെയുള്ള ഒരു ഇതിൽ ഊഞ്ഞാലിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി പോയിട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് അവിടെ നമ്മൾ വിശ്വാസമൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ. പക്ഷേ അവിടെ സോങ് വെച്ചാലും കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞ കാരണമാണ് ഓഡിയോ ഇതിൽ ആഡ് ചെയ്യാത്തത്. യാദിക്കുട്ട എന്താ ഫസ്റ്റ് കയറി ടേബിളിൻ്റെ മീതിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനിതൊക്കെ എന്താന്നുള്ള രീതിയിൽ നോക്കുമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിയുമ്പോഴേക്കും അവിടെ ഒരു വണ്ടിയിൽ യാദക്കൂട്ടം കയറിയിരുന്നു. പിന്നെ വണ്ടിയിൽ ഒരേ കളിയായിരുന്നു. കുറച്ച് നേരം അതിലിരുന്നു കേട്ടോ. കുറച്ച് നേരം അതിലിരുന്ന് ഇങ്ങനെ കളിച്ചു. പിന്നെ ആ വണ്ടി ഓടിച്ചത് കവിതേച്ചിയുടെ ഹസ്ബൻഡ് പ്രതാപേട്ടനാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ മേമയുടെ മക്കളാണ്. അപ്പോൾ സബിതേച്ചിയാണ് മൂത്ത ചേച്ചി. ചേച്ചിയുടെ മക്കളുടെ ബർത്ത്ഡേക്കാണ് വന്നത്. അപ്പോഴേക്കും പിന്നെ നമ്മൾ സംസാരിച്ച് കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ അപ്പോഴേക്കും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സദ്യയായിരുന്നു കേട്ടോ. സാമ്പാറും അവിയൽ, തോരൻ, എരിശ്ശേരി, മസാലക്കറി, ഇഞ്ചിപ്പുളി, അച്ചാർ, പപ്പടം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. പാലട പായസമൊക്കെ ആയിരുന്നു. സദ്യ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മൾ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒരേപോലെ മുണ്ടും കുർത്തയൊക്കെ ഇടിപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് അവർക്ക് ഇലയിട്ടിട്ട് മക്കളെ ഇരുത്താണ് കേട്ടോ ചെയ്തത്. യാദക്കുട്ടിനും അവരുടെ കൂടെ ഇരുന്ന് കുറേയൊക്കെ വാരി കഴിച്ചു. പിന്നെ ഞാൻ യാദക്കുട്ടിന് വാരി കൊടുക്കുകയാണ് ചെയ്തത്. വെരി ഗുഡ്. പിന്നെ മക്കളുടെയൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു. അങ്ങനെ നല്ല സദ്യ കഴിച്ചു. അത് കഴിഞ്ഞ് പപ്പടമൊക്കെ കുഴച്ചിട്ട് പായസം കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഇലയിൽ തന്നെയാണ് കേട്ടോ പായസമൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിതാ പൊന്നൂൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ വന്നത്. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. ഫുൾ നെയിം എന്താ? ദക്ഷ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ. പിന്നെ പൊന്നുപ്പം എത്രയിൽ പഠിക്കണമെന്ന് അറിയോ? പൊന്നുപ്പം എത്രയിലാണ്? 8th പക്ഷേ പൊന്നു ഒരു മാസ്റ്ററാണ്. എന്ത് മാസ്റ്റർ? കരാട്ടെ. ഇപ്പോൾ അവൾ ബ്ലാക്ക് ബെൽറ്റിൽ 2nd ബെൽറ്റാണ്. സ്റ്റുഡൻസ് ഉണ്ട്. പൊന്നിന് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 10-20 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. പൊന്നിൻ്റെ കരാട്ടയുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ വ്ളോഗ് വരുന്നതായിരിക്കും. പൊന്നിന് കിട്ടിയ മെഡലുകളും പൊന്നു എവിടെയാണ് പഠിച്ചത്, പഠിക്കാൻ ആരാണ് ഇൻസ്പിറേഷൻ ആയത്, എപ്പം ഒരു പഠിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കുഞ്ഞ് വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കത് ഇതെല്ലാം പൊന്നൂന് കരാട്ടയുടെ ഇതിൽ കിട്ടിയ ട്രോഫികളാണ് കേട്ടോ. ഇതൊന്നല്ല, ഇനിയും ഉണ്ട്. അതുപോലെ മെഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വരുന്ന വീഡിയോ മിസ്സാക്കാണ്ടൊന്ന് കാണണേ. ഇനി നമുക്ക് അവിടെ പോലെ ചേച്ചി അവിടെ നല്ലപോലെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് ഇങ്ങനെ ക്ലിപ്സ് എടുത്തതാണ്.
ബൊഗെയിൻവില്ലയൊക്കെ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയാണെന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷേ അതിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഈ മിറാക്കിൾ ഫ്രൂട്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ആ ഫ്രൂട്ട് കഴിച്ച ശേഷം നമ്മൾ ലൈമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പുളി അറിയില്ല. എല്ലാം എന്ത് കഴിച്ചാലും ഫുൾ സ്വീറ്റ് ആയിരിക്കും എന്നുള്ളത്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഹായ് കവിതേച്ചിനെ കാണുന്നു. പിന്നെ അവിടെ മക്കൾ ഒരേ കളിയായിരുന്നു കേട്ടോ. അവർ കളിക്കുന്ന അതേ ഗെയിമിന് നമ്മുടെ യാതുമോനും കളിക്കണമായിരുന്നു, ഓടിക്കളിയൊക്കെ. പിന്നെ സബിതേച്ചി, അതാണ് കേട്ടോ സബിതേച്ചി ചേച്ചി യാതുക്കുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇതായി. ആ ഗ്യാപ്പിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കിടന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് കാശിക്കുട്ടൻ്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ യാതുക്കുട്ടൻ. അങ്ങനെയും കുറേ നേരം ഇരുന്ന് കളിച്ചു. പിന്നെ നമ്മളത് കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു കുഞ്ഞ് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അയ്യോ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട് ഇവിടെ, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദേ ഇത് നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടോ. നിങ്ങൾ ബാക്കിൽ വ്യൂ കാണുന്നുണ്ടാവും. പൊന്നു, നമ്മൾ എവിടേക്കാ വന്നിരിക്കണ പൊന്നു? ചെപ്പാറ. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ താഴെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കവിതേച്ചി, നേരത്തെ കണ്ടില്ലേ, അതാണ് കവിതേച്ചിയുടെ ഹസ്ബൻഡാണ് പ്രതാപേട്ടൻ കേട്ടോ. അപ്പോൾ സവിതേച്ചിയുടെ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കായിരുന്നു. അപ്പോഴേക്കും പ്രതാപേട്ടൻ നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. യാതുക്കുട്ടനെ സവിതേച്ചി എടുത്തിട്ടുണ്ടായി. യാതു ഒരു ഹായ്, യാതു ഒരു ഹായ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ. ഇതിങ്ങനെ കയറി കുറച്ച് ടാസ്ക്കാണ്. എന്നാൽ കൂടി നമുക്ക് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റ് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ അമ്മേ, നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പോയപ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ലൊരു കാറ്റും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വ്യൂ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് മുനിയറ എന്ന് പറഞ്ഞത്. ഇവിടെ മുനിമാരൊക്കെ ഇങ്ങനെ എന്താ ഇവിടെ തപസ് ഇരുന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ ഒരു ഹോളുണ്ട്, അത് ഞാൻ എന്താ അതിൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് അവർ ഇരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ അത് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചേച്ചി അവിടെ പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു കേട്ടോ അവിടുത്തെ. അതേപോലെ എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു മുനിമാരൊക്കെ ഇരുന്നത്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ പരിപ്പുവടയും സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഇതാണ്ട് ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു തട പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് അധികം പോയില്ല, നമ്മൾ കുറച്ച് മുകളിലേക്കാണ് ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതേ അവിടെ ഞങ്ങളിങ്ങനെ മുകളിലൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരാൻ, ഈവനിങ് ഒക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. വരുമ്പോൾ ഇതേപോലെ നമ്മളൊരു ഈവനിങ് ടൈമിൽ വന്നാൽ നല്ലപോലെ നമുക്ക് ഇരിക്കാൻ പറ്റും. വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരി ഫുൾ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. വ്യൂ പോയിന്റ് അല്ലേ, എന്താ പറയുക, ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വടക്കാഞ്ചേരി ഫുൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞ് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ കയറുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങാറാകുമ്പോഴേക്കും ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അസ്തമിച്ചു. ഇങ്ങനെ ഇറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അല്ലേ?
സൂപ്പർ അല്ലേ? വൈബല്ലേ ഈ സമയത്തൊക്കെ വന്ന? ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു ഇറക്കമാണ്. വടക്കാഞ്ചേരി. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ കെയർഫുള്ളായി പോയില്ലെങ്കിൽ സ്ലിപ്പായി. അമ്മേ നോക്കി ഇറങ്ങണം. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. വീഡിയോ നമുക്ക് പിന്നെ എടുക്കാം. ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടോപ്പ് വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെവിടെ ശരിക്കും പ്രോപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് വാഴാനി ഡാമിക്ക് തിരിയണ ഒരു റൂട്ടുണ്ട്. അതിനെ വന്നാൽ മതി കേട്ടോ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ചെപ്പാറ എന്ന് പറയും. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കുറേ പേര് താഴെ വന്നിരുന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാറ്റത്തിലേക്കൊക്കെ പോയി ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കി ഒരു ഇതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാദുമോനാണെങ്കിൽ ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.